ഗ്രാമീണ ഭംഗി തേടിയുള്ള ഈ യാത്രയിൽ ഞങ്ങൾ രണ്ടാമത് പോകുന്നത് മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷനിലേക്കാണ്. പോകുന്ന വഴിയും കാണുന്ന കാഴ്ചകളും ഒക്കെ ശരിക്കും അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ ഈ പച്ച കളറിലെ കുളവും മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ദൂരത്തായി കാണുന്ന കൃഷിയിടങ്ങളും എല്ലാം ഒരു തവണയെങ്കിലും നിങ്ങൾ വന്നൊന്ന് കാണേണ്ടത് തന്നെയാണ്. അങ്ങനെ തെങ്കാശിയിലെ ഗ്രാമീണ കാഴ്ചകൾ ഒറ്റ ദിവസം കൊണ്ട് കാണാനിറങ്ങിയ ഞങ്ങൾ അടുത്തു പോകാൻ പോകുന്നത് മനോഹരമായൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ്. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഉള്ളത് കൊണ്ട് കൃത്യമായി ഇവിടെ എത്തിച്ചേരാൻ പറ്റും. കേരളത്തിലെ പോലെയല്ല കേട്ടോ, തമിഴ്നാട്ടിലെ മെയിൻ റോഡുകളെല്ലാം വളരെ നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ചുറ്റും പച്ചപ്പും മലനിരകളും ഒക്കെ കാണാൻ കഴിയുന്ന ഈ വഴിയിലൂടെ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ചെങ്കോട്ടയിൽ നിന്നും തിരിഞ്ഞ് പാൻപൊളി എന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ചൂട് കുറച്ച് കൂടുതലാണ്. എങ്കിലും നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് നല്ല കാറ്റായതുകൊണ്ട് വലിയ പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. മെയിൻ റോഡിൽ നിന്നും മാറി ചെറിയ ഉൾറോഡാണിത്. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ, വീടുകളൊക്കെ നല്ല ഞെരിഞ്ഞിയാണ് പണിതിരിക്കുന്നത്. എന്നാൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചപ്പോ ആണ് മനസ്സിലായത്, ഒരു വീടിന്റെ ഒരു ചുമര് തന്നെയാണ് മറ്റേ വീടിന്. ആദ്യം ഞാൻ വിചാരിച്ചത് ഇതെല്ലാം റോഡ് സൈഡിലെ കടമുറികളാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. ഈ വിഷ്വൽസ് ഞാൻ ഒന്നുകൂടി സ്ലോ ആയിട്ട് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും ഒരു മെയിൻ റോഡിലെത്തി. ഇത്രയും വെയിലുണ്ടെങ്കിൽ പോലും തണൽ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധികം വെയിലൊന്നും അടിക്കാറില്ല. അങ്ങനെ ഞങ്ങൾ പാൻപൊളി എത്തി. ഇവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള വൈറ്റ് പെയിന്റ് അടിച്ചൊരു ബിൽഡിംഗ് കണ്ടു. അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ചു നേരം അവിടെ നിന്നിട്ട് മുന്നോട്ടേക്ക് വന്നു. ഒരുപാട് പഴയ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് തമിഴ്നാട് റൂട്ടിൽ വരുമ്പോൾ കാണാൻ പറ്റും. മുന്നോട്ട് പോയി നേരെ എത്തുന്നത് കുറെ കടകളൊക്കെ ഉള്ള ഇവിടെയാണ്. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം മുകളിലേക്ക് പോകാൻ. 50 രൂപയാണ് കാറിന് ടിക്കറ്റ്, 20 രൂപയാണ് ബൈക്കിന്. മുകളിലേക്ക് പോകാൻ ഇവരുടെ തന്നെ ചെറിയ ബസ് സർവീസും അവൈലബിൾ ആണ്. ഇതല്ലാതെ പാറയിൽ കൊത്തിവെച്ച പടികളിലൂടെ നടന്നു വേണമെങ്കിലും മുകളിലേക്ക് എത്താം. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് മുകളിലേക്ക് തിരിച്ചു. വളരെ മനോഹരമായ റോഡുകൾ, ഒരു സൈഡിൽ താഴ്വാരത്തിന്റെ ഭംഗിയും മറ്റേ സൈഡിൽ മലയോര പ്രദേശത്തിന്റെ കാഴ്ചകളും. ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് അടവി നൈനാർ എന്നൊരു ഡാം കാണാൻ പറ്റും. പിന്നെ കേരളത്തിന്റെ കുറെ ഏരിയകളും കാണാം. ശരിക്കും മുകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് മനോഹര കാഴ്ചകൾ കാണാൻ കഴിയും. നമ്മൾ ഈ ഹൈ റേഞ്ച് ഏരിയയിൽ കൂടി ട്രാവൽ ചെയ്യുന്ന ഒരു ഫീൽ ഇവിടെ വന്നാൽ കിട്ടും. ഒരുപാട് പേർ വണ്ടിയൊക്കെ സൈഡിൽ നിർത്തി കാഴ്ചകൾ ആസ്വദിക്കുന്നുണ്ട്. ഇവിടെ വെഡിങ് ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ഇനി പ്രധാന കാഴ്ചയിലേക്ക് പോകാം. ഇതാണ് പുഷ്പ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത തിരുമലൈക്കോവിൽ. ഈ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ഭംഗിയാണ് ഇവിടെയെന്ന്. അത്രയ്ക്കും കാറ്റുണ്ട് ഇവിടെ. നിങ്ങൾ ആ പാറ കണ്ടോ? അവിടെ നിന്നാണ് പുഷ്പ സിനിമയിലെ പാട്ടിലെ തുടക്ക സീനുകൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. തിരുമലൈക്കോവിൽ കുമാരസ്വാമി ടെമ്പിൾ കാഴ്ചയുടെ ഒരു വിസ്മയമാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ മതിൽക്കെട്ടിനപ്പുറം വളരെ താഴെ കാണുന്ന തമിഴ്നാടിന്റെ കൃഷികളെല്ലാം തന്നെയാകാം സിനിമാ ഷൂട്ടിങ്ങിൽ ലൊക്കേഷൻ കൂടിയാകാൻ കാരണം. ഇത്രയും ഉയരത്തിലുള്ള ഇവിടെ ഒരു കുളമുണ്ടെന്നതാണ് മറ്റൊരു ഹൈലൈറ്റ്. വളരെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. നല്ല കാറ്റുള്ളത് കൊണ്ട് വെയിലൊരു വിഷയമല്ലെങ്കിലും തറയിലൂടെ ചെരുപ്പിടാതെയാണ് നടക്കേണ്ടത് എന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് രാവിലെയോ ഈവനിങ്ങോ വരുന്നതാണ് നല്ലത്. ഇതാണ് ഇവിടെ സർവീസ് നടത്തുന്ന മിനി ബസ്. നടന്നു വരുന്നവർ ഈ പടികൾ കയറിയാണ് വരേണ്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. നിങ്ങൾ അറിയാത്തതും അറിയാവുന്നതുമായ കുറച്ച് സ്ഥലങ്ങളിലേക്കാണ് അടുത്തു പോകുന്നത്. ആ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. സോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ട്യൂൺ.